സോ ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് പേഴ്സണൽ പ്രൊണോമൻ അക്യുസാറ്റീവ് ആണ്. അതായത് നമ്മൾ ആർട്ടിക്കിൾ അക്യുസാറ്റീവ് പഠിച്ചിട്ടുണ്ട്, ആർട്ടിക്കിൾ നോമിനേറ്റീവ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചെറിയ മാറ്റങ്ങളായിരുന്നു അക്യുസാറ്റീവിൻ്റെയൊക്കെ വന്നപ്പോൾ. നോമിനേറ്റീവിൽ എങ്ങനെയായിരുന്നു ദേർ ദി ദസ് ദി എന്നായിരുന്നു ബെസ്റ്റ് മീറ്റ് ആർട്ടിക്കിൾ. അത് അക്യുസാറ്റീവിൽ വന്നപ്പോൾ ദേൻ ദി ദസ് ദി ആയി. ബെസ്റ്റ് മീറ്റ് ആർട്ടിക്കിൾ നോമിനേറ്റീവിൽ ഐൻ ഐനെ ഐനായിരുന്നു. അത് അക്യുസാറ്റീവിലേക്ക് വന്ന സമയത്ത് ഐനൻ ഐനെ ഐനായി. അതുപോലെ നെഗറ്റീവ് ആർട്ടിക്കിൾ കൈനൻ കൈനെ കൈൻ കൈനെ എന്നായി. അതേപോലെ പേഴ്സണൽ പ്രൊണോമൻ അക്യുസാറ്റീവിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് നോക്കിക്കേ. ദസ് ഈസ്റ്റ് മിഖായേൽ, അത് മിഖായേലാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾക്ക് വേണമെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഒരാളെ പറ്റി പറയാം, അപ്പോൾ ആ ആളുടെ പേര് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യണം എന്നില്ലല്ലോ. നമ്മൾ രണ്ടാമത് പറയുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ എന്ന് പറഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ രണ്ടാമത് പറയുന്ന സമയത്ത് നമ്മൾ മിഖായേൽ എന്ന് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം എയർ വോണ്ട് ഇൻ ലണ്ടൻ, അവൻ താമസിക്കുന്നത് ലണ്ടനിലാണ് എന്ന് പറഞ്ഞു. ഇത് നമുക്ക് ഓൾറെഡി അറിയാം, ഇത് നമ്മൾ നോമിനേറ്റീവിൽ പഠിച്ചാണ്. ഇനി അടുത്ത സെൻറ്റൻസിൽ ഇഷ് ഫിൻഡേ ഇൻ നെറ്റ്, ഐ ഫൈൻഡ് ഹിം നൈസ് എന്ന് പറഞ്ഞു. അവിടെയും നമ്മൾ മിഖായേൽ എന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്തില്ല, ഇൻ എന്ന് ഉപയോഗിച്ചു. അപ്പോൾ ഇതാണ് അക്യുസാറ്റീവിലുള്ള അവൻ എന്നുള്ളതിൻ്റെ പേഴ്സണൽ പ്രൊണോമൻ. അവൻ എന്നുള്ളത് നമ്മൾ അക്യുസാറ്റീവ് ഇതിലുള്ള സിറ്റുവേഷനിലാണ് പറയുന്നതെങ്കിൽ ഈൻ എന്നാണ് ഉപയോഗിക്കുക. എന്തുകൊണ്ടാണ് ഇത് അക്യുസാറ്റീവ് ആയതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം ഓൾറെഡി ഇഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അവിടെ വന്നു. അപ്പോൾ രണ്ടാമത് വരുന്ന സബ്ജക്റ്റ് നോമിനേറ്റീവ് ആയാൽ പോരാ, അക്യുസാറ്റീവ് ആവണം. അത് ഈനാവും. ഈൻ അക്യുസാറ്റീവിൻ്റെ എന്താ പറയുക, പേഴ്സണൽ പ്രൊണോമൻ RCSൻ്റെ പേഴ്സണൽ പ്രൊണോമൻ ഈനാണ്. സോറി, RCSൻ്റെ അല്ല, എറിൻ്റെ, സീൻ്റെ എസും മാറും, എറിൻ്റെത് ഈനാണ്. ഓക്കെ, അപ്പോൾ എറിൻ്റെ മാത്രം നമ്മൾ നോക്കിയത്. ഇനി ഇഷിൻ്റെത് നോമിനേറ്റീവിൽ നമ്മൾ ഇഷ്, ഞാനെന്ന് പറയുന്നതിൻ്റെ അക്യുസാറ്റീവ് ആർട്ടിക്കിൾ മിഷാണ് വരിക, മിഷ്. അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഹായ് ഇഷ് ബിൻ മരിയ, ഇത് നമുക്കറിയാം അല്ലേ, നമ്മുടെ പേര് പറയാൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ പേര്? ഇഷ് ബിൻ, നമ്മളെ പേര് നമ്മൾ പറയാൻ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് എന്നെ അറിയാമോ എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കാൻ ചോദിച്ചോ. കെൻസ് ഡു മിഷ്, ഡു യു നോ മീ എന്ന് നമ്മൾ ചോദിക്കുക. കെൻസ് ഡു മിഷ്, ഡു യു നോ മീ, നിങ്ങൾക്ക് എന്നെ അറിയാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഡു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഓൾറെഡി അതിൽ വന്നതുകൊണ്ട് പിന്നീട് വരുന്ന പ്രൊണോമൻ എന്തായാലും അക്യുസാറ്റീവ് ആയേ പറ്റും. അപ്പോൾ നമ്മൾ കെൻസ് ഡു ഇഷ് എന്ന് ചോദിക്കാൻ പറ്റില്ല, അത് അക്യുസാറ്റീവ് ആവണം. അപ്പോൾ കെൻസ് ഡു മിഷ് ആവും, കെൻസ് ഡു മിഷ്, ഡു യു നോ മീ. ഇനി ഡു എന്നാണ് നമ്മൾ നോമിനേറ്റീവിൽ നീ എന്നുള്ളതിൻ്റെ പേഴ്സണൽ പ്രൊണോമൻ പഠിച്ചത്. അത് അക്യുസാറ്റീവിൽ വരുമ്പോൾ ദിഷാവും, ഇഷ് മിഷാവും, ദു ഡിഷാവും. വേർ ബിസ് ദു, നിങ്ങൾ ആരാണ്? ഇഷ് കെന്നെ ദിഷ് നിഹ്റ്റ്, നിന്നെ എനിക്ക് അറിയില്ല, ഐ ഡോണ്ട് നോ യു. ഓക്കെ, ഇഷ് കെന്നെ ദിഷ് നിഹ്റ്റ്, ഐ ഡോണ്ട് നോ യു. ഇനി സി എന്നുള്ളതിൻ്റെ നോമിനേറ്റീവും അക്യുസാറ്റീവും പേഴ്സണൽ പ്രൊണോമൻ ഒന്ന് തന്നെയാണ്. സി തന്നെയാണ് അക്യുസാറ്റീവിലും വരിക. യു എന്നുള്ള ഫോർമലായിട്ട് യു എന്ന് പറയുന്നതിൻ്റെ പേഴ്സണൽ പ്രൊണോമൻ. ഓക്കെ, ഹെർ ഷ്മിറ്റ് വാസ് ഇൻ ദ സി, മിസ്റ്റർ സ്മിത്ത് വേർ ആർ യു? ഇഷ് സൂഹെ സി, ഐ ആം ലുക്കിംഗ് ഫോർ യു, ഇഷ് സൂഹെ സി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇഷ് സൂഹെ, ഇഷ് ഓൾറെഡി അവിടെ സബ്ജക്റ്റ് ഉണ്ടെങ്കിലും സി എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് നോമിനേറ്റീവിൻ്റെ അതുപോലെ തന്നെ പേഴ്സണൽ പ്രൊണോമൻ തന്നെ അക്യുസാറ്റീവിലും സി എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി തേർഡ് പേഴ്സൺ മാസ്കുലൈൻ അവൻ എന്നുള്ളതിൻ്റെ പേഴ്സണൽ പ്രൊണോമൻ അത് നമ്മൾ ഓൾറെഡി നോക്കിയില്ലേ. ഫസ്റ്റ് നമ്മൾ ആദ്യം കണ്ടത് ഈ എക്സാമ്പിളായിരുന്നു, ഈനാൻ അല്ലേ. ദസ് ഈസ്റ്റ് മിഷായിൽ, ഈസ്റ്റ് ആർക്കിടെക്റ്റ്, അവൻ ആർക്കിടെക്റ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിച്ചത് നോമിനേറ്റീവ് എന്നാണ് ഉപയോഗിച്ചത്, കാരണം ആ സെൻറ്റൻസിൽ വേറെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഈസ് ആർക്കിടെക്റ്റ്. എന്നാൽ അടുത്തതിൽ ഇഷ് കെന്നെ ഇൻ, ഐ നോ ഹിം. അടുത്തതിൽ ഇഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് അക്യുസാറ്റീവ് ആവണം, അതുകൊണ്ടാണ് ഈനായത്. ഇനി തേർഡ് പേഴ്സൺ ഫെമിനൈൻ, അവൾ എന്നുള്ളതിൻ്റെ നോമിനേറ്റീവും സി ആണ്, അക്യുസാറ്റീവും സി തന്നെയാണ്. ഓക്കെ, അപ്പോൾ RCSലെ മാറി ഈനായി, പക്ഷേ RCSലെ സി തന്നെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. അവൾ എന്നുള്ളതിൻ്റെ സി അത് അക്യുസാറ്റീവിലും സി തന്നെയാണ്. ഫോർമൽ സിയും സി ആയിട്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ദസ് ഈസ്റ്റ് മിഷായേല, അത് മിഷായേലയാണ്. സി സ്റ്റുഡിയർട്ട്, അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ് ഫിൻഡേ സി സെയർ ഷോൺ, ഷോൺ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ്. ഇഷ് ഫിൻഡേ സി സെയർ ഷോൺ എന്ന് പറഞ്ഞാൽ ഐ ഫൈൻഡ് ഹെർ വെരി ബ്യൂട്ടിഫുൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ ഏതാണ്, പേഴ്സണൽ പ്രൊണോമൻ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്? സി ആണ് അല്ലേ. ഇഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഓൾറെഡി അതിലുണ്ടെങ്കിലും സി തന്നെയാണ് വരിക, കാരണം അക്യുസാറ്റീവിൻ്റെയും പേഴ്സണൽ പ്രൊണോമൻ സി തന്നെയാണ്. ഇനി തേർഡ് പേഴ്സൺ നോയിറ്റർ സിറ്റുവേഷൻ RCSലെ എസിൻ്റെ നോമിനേറ്റീവിലും അക്യുസാറ്റീവിലും ആർട്ടിക്കിൾ പേഴ്സണൽ പ്രൊണോമൻ എസ് തന്നെയാണ് വരിക. ദസ് ഈസ്റ്റ് മൈൻ ബുക്ക്, അത് എൻ്റെ ബുക്കാണ്. എസ് ഈസ്റ്റ് ആൾട്ട്, അത് കുറച്ച് പഴയതായി.
ഇഷ് ഫിൻഡെ എസ് സെയർ ഇൻട്രസാൻറ്റ്. അത് ഞാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഫൈൻഡ് ചെയ്യുന്നത്, നല്ല ഇൻട്രസ്റ്റിംഗ് ബുക്കാണ് എന്നുള്ള അർത്ഥത്തിൽ. ഇഷ് ഫിൻഡെ എസ് സെയർ ഇൻട്രസാൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഇഷ് ഫിൻഡെ കഴിഞ്ഞിട്ട് എസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നോമിനേറ്റീവിൻ്റെ അതേ പേഴ്സണൽ പ്രൊണോമനാണ് അക്യുസാറ്റീവിലും എസ്സിന് വരിക. ഇനി പ്ലൂരൽ, ഞങ്ങൾ എന്നുള്ളതിൻ്റെ നോമിനേറ്റീവ് ആയിട്ടുള്ളത് വിയർ എന്നാണ്. ഇല്ല, നമ്മളൊക്കെ അറിയാം വിയർ എന്നാണ് നമ്മൾ പഠിച്ചത്. അത് അക്യുസാറ്റീവിലേക്ക് വരുന്ന സമയത്ത് ഉൻസ് ആവും, ഉൻസ്. ഓക്കെ, അക്യുസാറ്റീവിൻ്റെ പേഴ്സണൽ പ്രൊണോമൻ ഉൻസ് ആണ്. വിയർ സിൻഡ് സമാന്ത ഉണ്ട് മൈക്ക്, ഞങ്ങൾ സമാന്തയും മൈക്കുമാണ്. കെൻസ് ദു ഉൻസ്, നിങ്ങൾക്ക് ഞങ്ങളെ അറിയാമോ. അപ്പോൾ ഇവിടെ കെൻസ്റ്റ് ദു വിയർ അല്ല വന്നത്, കെൻസ്റ്റ് ദു ഉൻസ് ആണ്. അക്യുസാറ്റീവ് ആകുമ്പോൾ വിയർ ഉൻസ് ആവും. ഇനി സെക്കൻഡ് പേഴ്സൺ ഇൻഫോർമൽ, ഇയർ. ഇയർ എന്നുള്ളത് അതായത് നിങ്ങളെല്ലാവരും എന്നുള്ള അർത്ഥം വരുന്ന ഇയർ എന്നുള്ള പേഴ്സണൽ പ്രൊണോമനാണ് നോമിനേറ്റീവിൽ. അത് അക്യുസാറ്റീവിൽ ഓയിഷ് എന്നാവും, ഓയിഷ്, ഓയിഷ്. വേർ സൈദ് ഇയർ, നിങ്ങളൊക്കെ ആരാണ്. ഇഷ് കെന്നെ ഓയിഷ് നെഹ്റ്റ്, നിങ്ങളൊന്നും എനിക്ക് പരിചയമില്ല, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ യു ഓൾ. ഇഷ് കെന്നെ ഓയിഷ് നെഹ്റ്റ്, ഇഷ് കെന്നെ ഓയിഷ് നെഹ്റ്റ്. ഇഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഓൾറെഡി വന്നതുകൊണ്ട് ഓയിഷ് ആവും, ഈ ഇയർ അല്ല, ഓയിഷ് നെഹ്റ്റ്. ഓക്കെ, ഇനി സെക്കൻഡ് പേഴ്സൺ ഫോർമൽ ആയിട്ടുള്ള പ്ലൂരൽ സി, അതിനും അക്യുസാറ്റീവ് സി തന്നെയാണ്. അത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. സി എല്ലാത്തിൻ്റെയും അക്യുസാറ്റീവും സി തന്നെയാണ്. ഹെർ ഉണ്ട് ഫ്രോ മുള്ളർ, വോ സിൻഡ് സി, മിസ്റ്റർ ആൻഡ് മിസ്സസ് മുള്ളർ വേർ ആർ യു. ഇഷ് സൂഹേ സി, ഐ ആം ലുക്കിംഗ് ഫോർ യു. തേർഡ് പേഴ്സൺ പ്ലൂറൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിലും സി നോമിനേറ്റീവും അക്യുസാറ്റീവിലും സി തന്നെയാണ്. ദ സിൻഡ് പെട്ര ഉണ്ട് യുർഗൻ, അത് പെട്രയും യുർഗനുമാണ്. ഇഷ് കെന്നെ സി, ഐ നോ ദം. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ടേബിൾ എടുത്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇഷ് എന്നുള്ളത് മിഷാവും, ദു എന്നുള്ളത് ദിഷാവും, സി തന്നെയായിട്ട് കണ്ടിന്യൂ ചെയ്യും, എർ ഈനാവും, സി തന്നെയായിട്ട് കണ്ടിന്യൂ ചെയ്യും, എസ് തന്നെയായിട്ട് കണ്ടിന്യൂ ചെയ്യും, വിയർ ഉൻസാവും, ഇയർ ഓയിഷാവും, സി തന്നെ, സി തന്നെ. ഇങ്ങനെയാണ് പേഴ്സണൽ പ്രൊണോമൻ അക്യുസാറ്റീവിൽ ഉണ്ടാവുക. അതായത് ഞാൻ, നീ, അവൻ, അവൾ, അത് എന്നൊക്കെ, അത് തന്നെയാണ് നമ്മൾ പേഴ്സണൽ പ്രൊണോമൻ എന്ന് പറയാം. അത് നമ്മൾ നോമിനേറ്റീവിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇഷ്, ദു, എർ, സി, എസ്, വിയർ, ഇയർ, സി എന്നൊക്കെ പഠിച്ചിട്ട്. അതേ സാധനം ആ ടേബിൾ നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഇതുമായിട്ട് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇഷ് എന്താവും, മിഷാവും, ദു ദിഷാവും, അങ്ങനെ സി എന്നായിട്ട് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ വേണം പേഴ്സണൽ പ്രൊണോമൻ പഠിക്കാൻ. ഇനി നമ്മൾ ഡാറ്റീവും കൂടി നോക്കും. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അക്യുസാറ്റീവിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, നോമിനേറ്റീവിലും അക്യുസാറ്റീവിലും ആർട്ടിക്കിളും അക്യുസാറ്റീവ് പഠിച്ചു. അതായത് ബെസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ, ഉൺബെസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ പഠിച്ചു, നെഗറ്റീവ് ആർട്ടിക്കിൾ പഠിച്ചു, പൊസസീവ് ആർട്ടിക്കിൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ പേഴ്സണൽ പ്രൊണോമനും പഠിച്ചു. ഇനി നമ്മൾ ഡാറ്റീവും കൂടി ക്ലിയർ ചെയ്യും. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.